എന്തായിരുന്നു കാര്യം? വീട്ടിൽ ചെന്നപ്പോ ഞാൻ അനീഷേട്ടനെ കണ്ടു. അനീഷേട്ടനും ദേവിക ചേച്ചിയും നേർച്ച നടത്താനായി ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് 2 ഗുണ്ടകളെ കണ്ടത്ര. ആ ഗുണ്ടകള് സിദ്ധുവേട്ടന്റെ അപകടത്തെ കുറിച്ച് സംസാരിച്ചത്. അത് കേട്ടപ്പോ ദേവിക ചേച്ചിക്ക് അവരിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അനീഷേട്ടനോട് അവരെ പിന്തുടരാൻ പറഞ്ഞു. അനീഷേട്ടൻ അവരെ ഫോളോ ചെയ്ത് പോയെങ്കിലും ചേട്ടന് അവരെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും സിദ്ധുവേട്ടന്റെ അപകടത്തിന് പിന്നില് ഒരു ചതിയുണ്ടെന്ന് അനീഷേട്ടനും ദേവിക ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരിപ്പോ ആ ആക്സിഡന്റിന്റെ പിന്നിലെ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരിട്ട് അന്വേഷിക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കുമ്പോ തന്നെ ഗുണ്ടകൾ സഞ്ചരിച്ച ബൈക്കിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി അനീഷേട്ടൻ RTO ഓഫീസിലേക്ക് പോവായിരുന്നു. അതുകൊണ്ട് അനീഷേട്ടൻ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം മുത്തശ്ശനോട് ചോദിച്ച് മനസ്സിലാക്കി. ദേവിക ചേച്ചി അനീഷേട്ടനും കുറ്റവാളിയെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല. മോളെ അത് പോലീസ് അന്വേഷിച്ചിട്ട് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനാകാത്ത അപകടമായിരുന്നു അത്. ആ ആക്സിഡന്റിനെ കുറിച്ചാ അനീഷും ദേവിയും ചേർന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അവരന്വേഷിക്കട്ടെ. അവരുടെ കഴിവിന്റെ പരമാവധി അവരന്വേഷിക്കട്ടെ. നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. വലിയ CBI ഓഫീസറാന്നാ ദേവിക ചേച്ചിയുടെ ഭാവം. ദേവിക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മോളെ. മോളുടെ കാര്യം നോക്കും. ശരി, ഇനി ചേച്ചെങ്ങാനും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കോ? എവിടുന്ന് കണ്ടുപിടിക്കാന്? മോൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കാൻ നിൽക്കണ്ട. മോൾ ചെല്ലു. ഓഫീസിൽ അവളെ പ്രവേശിപ്പിക്കുകയും ചെയ്യരുത്. അവൾ ഈ വീട്ടിൽ ഇതിനകത്ത് നമ്മൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. അവളെ ആ രീതിയിൽ നമ്മളങ്ങ് ഒതുക്കണം. പുറത്തിറങ്ങിയ അവള് വീണ്ടും വീണ്ടും ചിറക് വച്ചങ്ങ് പറക്കും. പിന്നെ നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അവൾ എത്തിച്ചേരും. അതിനുള്ള സാമർഥ്യം അവൾക്കുണ്ട്. അങ്ങനെ അതിലില്ലാതെ അവളെ വളരാൻ വിട്ടാൽ പിന്നെ അമ്മയും പൊന്നാരൻ തോട്ടത്തിലെ സകലരും അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപൂർവം നമ്മൾ അവളെ ഇതിനകത്ത് തളച്ചിടണം. മായ പറഞ്ഞതാണ് ശരി. അവള് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. പോകരുത്. അവള് ഈ മതിൽക്കെട്ടിന് പുറത്ത് കടക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. ഇവളുടെ അശ്രദ്ധ കാരണം സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും ജാനകി? ഞാൻ പറഞ്ഞത് തന്നെയാ. സിദ്ധുവിനെയും കൊണ്ട് ദേവികയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. എനിക്ക് പുറത്തു പോണം. അമ്മ മുത്തശ്ശിയോട് പറ, എനിക്ക് പുറത്തു പോണെന്ന് പറ. നിക്കടാ അമ്മേ, വേണ്ട. കുട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകണ്ട. മുത്തശ്ശി പറഞ്ഞതാ ശരി. മുത്തശ്ശി അനുസരിക്കുന്നത് തന്നെയാ നല്ലത്. മുത്തശ്ശി പറയുന്ന കേട്ട് ഞാൻ കുട്ടനോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നോളാം. അതാണ് കുട്ടന്റെ സുരക്ഷയ്ക്കും നല്ലത്. മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്. കുട്ടനുമായി പുറത്തുപോയ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും അപകടം കുട്ടന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടൻ ഇത്തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല മാഡം. മുത്തശ്ശി, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. കൂട്ടാ കരയില്ലേ, നിർത്ത്. നമ്മളിപ്പോ പാർക്കിൽ പോയാൽ ശരിയാവില്ല. നമുക്ക് പിന്നീട് പാർക്കിൽ പോവാം. ഇപ്പൊ കുട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നല്ല കുട്ടിയല്ലേ? എനിക്ക് പാർക്കിൽ പോണം, കളിക്കണോ? വന്നേ, എനിക്ക് പാർക്കിൽ പോണം. മലാകെ ഞാൻ പറഞ്ഞു കേൾക്ക്.
നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മാത്രമല്ലേ അന്വേഷണം തുടരാൻ സാധിക്കൂ. എങ്കിലല്ലേ സിദ്ധുവേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടകളെ പിടികൂടാൻ പറ്റൂ. ഇപ്പൊ ഈ വീടിനകത്ത് തന്നെ കുടുങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുന്ന നമ്മളെ ആര് സഹായിക്കും? ഗോപു, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. വല്ലഭന് പൊല്ലു ആയുധമെന്ന് നീ കേട്ടിട്ടില്ലേ? ഇതുപോലെ ഓരോ തടസ്സങ്ങൾ ഉയർന്നു വരുമ്പോഴും ഓരോ പുതിയ മാർഗങ്ങള് ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സിദ്ധുവിന്റെ ശത്രുക്കളെ തിരക്കി പുറത്തു പോയി അന്വേഷണം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചപ്പോ തന്നെ നമ്മൾ ഈ വീടിനുള്ളില് ഏതാണ്ട് ബന്ധനത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പുറത്തിറങ്ങി ശത്രുക്കളെ അന്വേഷിക്കാൻ പാടില്ല. നമ്മൾ അന്വേഷണം തുടങ്ങിയെന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അവർ നമ്മളെ ബന്ധിച്ചത്. ചേച്ചി പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. ചേച്ചിയോട് പുറത്തു പോവാതെ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത് മുത്തശ്ശിയല്ലേ? അപ്പോ ശത്രുക്കൾ അറിഞ്ഞു തടഞ്ഞെന്നൊക്കെ ചേച്ചി പറഞ്ഞത്? ഗോപു, കുട്ടന്റെ ശത്രുക്കൾ ആരാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഊഹവുമില്ല. എങ്കിലും ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട സ്ഥിതി എനിക്കുണ്ടാക്കിയത് കുട്ടന്റെ ശത്രുക്കൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും നമ്മുടെ നീക്കങ്ങൾ ഇപ്പോഴും ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത്. ചിന്തിക്കുമ്പോ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ശത്രു ആരായിരിക്കും?